അതുപോലെ തന്നെ ഇപ്പൊ ദോശമാവത്തിനാണ് പുളിച്ചു പോകാറില്ലേ, അങ്ങനെയുള്ള പുളിക്കലും കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് ഉണ്ടാവില്ല. മഞ്ഞക്കറ എണ്ണക്കറയൊന്നും ഇതിനകത്ത് പിടിക്കില്ല. നമസ്കാരം ഫ്രണ്ട്സ്, ഇന്ത്യൻ ഫെലോ ട്രാവലറിൻ്റെ അമ്മാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2 ദിവസമായിട്ട് നമ്മൾ ബ്ലോഗൊക്കെ ചെയ്തിട്ട് ഞാൻ ഒരു ട്രാവലിംഗ് ബ്ലോഗ് ചെയ്യാനുള്ള പരിപാടിയാണ്. അതായത് കുറേ നാളെ വീടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ബോറടിച്ചിരിക്കുന്നതുകൊണ്ട് ട്രാവലിംഗ് ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മാപ്പെല്ലാം റെഡിയാക്കണമല്ലോ നമ്മളൊരു ലൊക്കേഷനിലോട്ട് പോകുമ്പോൾ. അപ്പോൾ കുറഞ്ഞത് ഒരു 1.5 മാസത്തേക്കുള്ളൊരു ട്രിപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയിലായതുകൊണ്ടാണ് എനിക്ക് അധികം ബ്ലോഗ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. നല്ല തണുപ്പ്, നല്ല മഴ, അപ്പോൾ തുമ്മലും ചുമയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് തുമ്മലും ചെറിയൊരു എന്താ പറയുക തൊണ്ടവേദനയൊക്കെ ഉണ്ട്. അപ്പോൾ കൊറോണയുടെ അല്ല, അപ്പോൾ നമ്മൾ നോർമലി മഴക്കാലമൊക്കെ ആകുമ്പോൾ വരുന്ന ഒരു ചെറിയ ചെറിയ അസുഖങ്ങളാണത്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ വേണ്ടി, അതായത് ഈ നമ്മുടെ ശരീരത്തിലുള്ള ആ ചുമയും തുമ്മലും എല്ലാം മാറി നിൽക്കാൻ വേണ്ടി, നമുക്കൊരു ഉന്മേഷം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കിടിലൻ രസമാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. എന്തിൻ്റെ രസം? മുതിര വെച്ചുണ്ടാക്കുന്ന ഒരു കിടിലൻ റെസിപ്പിയാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. കൊങ്കണിയിൽ എന്താ പറയുന്നത്? കൊങ്കണിയിൽ ഇതിനെ കുൾത്താസാറു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമുക്ക് പരിചയപ്പെടാം. 2 സ്പൂൺ മുതിര, 1 സ്പൂൺ കുരുമുളക്, 1 സ്പൂൺ ജീരകം, 1 വറ്റൽമുളക്, 2 സ്പൂൺ തേങ്ങാപ്പീര, 1 സ്പൂൺ മല്ലി, കുറച്ച് വാളംപുളി, പിന്നെ കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കായം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് രസം ഉണ്ടാക്കാൻ വേണ്ടത്. ആദ്യം നമുക്ക് മുതിര നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം. അതിനെ നമുക്ക് ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്ക് മുതിര അതിനകത്തോട്ടിടാം. ഇട്ടിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം മുതിര നല്ലോണം ഫ്രൈ ആയിട്ട് വന്നിട്ട് കളറൊക്കെ മാറി എന്ത് കളർ വന്നമേ? ബ്രൗൺ കളർ അല്ലേ? ഈ ഫ്രൈ ആണെന്ന് എല്ലാത്തിനും ബ്രൗൺ കളറാണ് എപ്പോഴും അല്ലേ? ഏത് കറിയും നമ്മൾ ഫ്രൈ ചെയ്തെടുത്താലും അതിന് കളർ ബ്രൗൺ ആണല്ലേ? അപ്പൊ ബ്രൗൺ ആയി. ഇതും പൊട്ടുമല്ലേ? അപ്പൊ പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കെടുത്ത് അടുത്ത പാത്രത്തിലെടുത്ത് മാറ്റി വെക്കാം. നല്ല രസമുണ്ട് കാണാൻ, ഈ കളർ കാണാൻ അല്ലേ? നമ്മുടെ മഞ്ചാടിക്കുരിയുടെ കളർ വന്നിട്ടുണ്ട്. ചുരുങ്ങിയല്ലേ? ആ ശരിയാണ്. ഓക്കെ, ഇനി അടുത്തത് മുതിര ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എന്താണ്? കുരുമുളകും മല്ലിയും പിന്നെ ജീരകം പിന്നെ ജീരകവും വറ്റൽമുളകും അല്ലേ? ഈ 4 കൂട്ടവും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. എന്താ സെപ്പറേറ്റ് ഫ്രൈ ചെയ്തെടുക്കണേ? അപ്പോൾ മുതിരയുടെ തൊലി കളയണം അല്ലേ? ഓക്കെ, അപ്പോൾ മുതിരയുടെ തൊലി കളയാൻ സെപ്പറേറ്റ് ആക്കി, അല്ലെങ്കിൽ ഇതെല്ലാം കൂടി മിക്സ് ആയി പോകും അല്ലേ? ഓ, ഇതിൻ്റെ തൊണ്ട് വേണ്ട, എന്താണ്? ഓക്കെ, അപ്പോൾ മുതിരയുടെ തൊലി നമുക്ക് ഇതിനകത്ത് ആവശ്യമില്ല, അതുകൊണ്ട് അത് സെപ്പറേറ്റ് ആണ് നമ്മൾ വറുത്തെടുത്തത്. രസം ഉണ്ടാക്കുമ്പോൾ അല്ലേ? പിന്നെ നമ്മുടെ ദോശ ഉണ്ടാക്കുമ്പോൾ പിന്നെ കറിയൊക്കെ ഉണ്ടാക്കും. അതിൻ്റെ മുതിരയുടെ ദോശ ഉണ്ടാക്കാറുണ്ട്, പിന്നെ കറി ഉണ്ടാക്കാറുണ്ട്. നല്ല പവർഫുൾ എനർജി ഉള്ളൊരു ഹെൽത്തി ആയിട്ടുള്ള ഡിഷാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തൊലി എടുത്ത് മാറ്റണം. അപ്പോൾ ഇതെല്ലാം ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇത് മാറ്റാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ അതേപോലെ വേറൊരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റി നമ്മൾ മുതിരയുടെ തൊണ്ട് കളയാൻ വേണ്ടി പോകണേണ്. ഇതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ മുതിര മൊത്തം നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടു. അപ്പോൾ നമ്മുടെ മുതിരയുടെ തൊലി കളയാൻ വേണ്ടി നമ്മുടെ ചപ്പാത്തിയുടെ കോല് വെച്ചാണ്, ചപ്പാത്തി പരത്തുന്ന കോല് വെച്ചാണ് നമ്മൾ അതിൻ്റെ തൊണ്ട് കളയുന്നത്. ചപ്പാത്തിക്ക് പരത്തണ പോലെ തന്നെ നമ്മൾ പരത്തണം. ഇതിലിട്ടിട്ട് ഇപ്പോൾ 2 കളറായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കളറൊക്കെ മാറി വന്ന് തൊണ്ട് സെപ്പറേറ്റ് ആയിട്ടുണ്ട് അല്ലേ? അപ്പോൾ തൊണ്ട് മാറ്റാൻ വേണ്ടി നമ്മൾ പണ്ടൊക്കെ ചെയ്യണ അരി പേറ്റണ പോലെ ഇങ്ങനെ തൊണ്ട് നമുക്കെടുത്ത് മാറ്റാം, അല്ലെങ്കിൽ ഇതിനകത്തോട്ട് എല്ലാം മിക്സായി കിടക്കണം. അപ്പോൾ നമ്മൾ തൊണ്ട് മാറിയത് കണ്ടോ?
അപ്പോൾ ഏകദേശം എല്ലാത്തിൻ്റെയും കുറച്ചൊക്കെ ബാക്കിയുണ്ട്, കുറച്ച് അല്ലേ. അപ്പോൾ ഏകദേശം നമ്മുടെ തൊണ്ടൊക്കെ പോയിട്ടുണ്ട്, 1-2ൻ്റെയൊക്കെ തൊണ്ട് പോകാതുണ്ട്. അതെല്ലാത്തിനും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആദ്യം മുതിരി ഇട്ടു, അതിനുശേഷം വറ്റൽമുളക് ഇട്ടു, പിന്നെ നമ്മൾ ജീരകവും മല്ലിയും കുരുമുളകും വറുത്തെടുത്ത് നമ്മൾ ഇതിനകത്ത് തന്നെ ഇട്ടു. എല്ലാം കൂടി ഒരുമിച്ചാണ് നമ്മൾ പൊടിച്ചെടുക്കാൻ വേണ്ടി പോണത്. എല്ലാം പൊടിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് തേങ്ങാപ്പീരയും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം അരച്ചെടുക്കണം. നമ്മൾ തേങ്ങാപ്പീര ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം അരപ്പ് കിട്ടാൻ വേണ്ടി അല്ലേ, അരച്ച് കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളം ഇതിനകത്തോട്ട് ആഡ് ചെയ്തു. ഏകദേശം ഒരു 2 സ്പൂൺ വെള്ളം 3 സ്പൂൺ വെള്ളം അല്ലേ. അത് നല്ലോണം നമ്മുടെ ഉണക്കച്ചമ്മന്തി പോലെ അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ. അത് എക്സ്ട്രാ വേറെ വെള്ളമൊന്നും എടുക്കാണ്ട് തന്നെ നമ്മുടെ മിക്സി കഴുകിയെടുക്കണ വെള്ളം, അതായത് നമ്മുടെ അരച്ചെടുത്ത വെള്ളം ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. ഇപ്പോൾ ഏകദേശം 1 ഗ്ലാസ് വെള്ളമായി. അതിനുശേഷം അടുപ്പ് കത്തിച്ചതിന് ശേഷം ഒരു ചെറിയ പാത്രം, സ്റ്റീലിൻ്റെ പാത്രമാണ് നമ്മൾ എടുത്തേക്കുന്നത്. സ്റ്റീലിൻ്റെ പാത്രം എടുത്തതിന് ശേഷം ചൂടായതിന് ശേഷം നമ്മൾ പൊടിച്ചും അരച്ചും എടുത്ത നമ്മുടെ രസക്കൂട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു. ഇനി രസം ലൂസാക്കി എടുക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ 2-3 ഗ്ലാസ് വെള്ളം ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. നമ്മളൊരു 3 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഉപ്പും കൂടി ആഡ് ചെയ്യണം. ഇനി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് കായം കൂടി ആഡ് ചെയ്ത് ഒരു വാളംപുളി നമ്മൾ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. വാളംപുളിയുടെ വെള്ളം എടുക്കാനായിട്ടാണ് അല്ലേ. അതിന് ശേഷം നമുക്ക് തിളച്ച് വരുന്ന നമ്മുടെ മുതിര രസത്തിലോട്ട് ഇടാം. നല്ലോണം ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ രസം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി കടുക് വറുത്തിടണം. അതിനുവേണ്ടി നമ്മൾ ചീനച്ചട്ടി വീണ്ടും വെച്ചിട്ട് എണ്ണ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് ജീരകം കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. രണ്ടും കൂടി നല്ലോണം പൊട്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പിലയും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. ഇപ്പോൾ കറിവേപ്പില ഇത് ചെറുതായിട്ടൊന്ന് ചാലിച്ചെടുക്കണം. ചാലിച്ചെടുത്തതിന് ശേഷം ഒരു തവി രസം എടുത്ത് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുശേഷം വീണ്ടും അതെല്ലാം എടുത്തിട്ട് നമ്മൾ രസക്കൂട്ടിലോട്ടിട്ടു. അപ്പോൾ മുതിരയുടെ രസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടാണ്. ചൂടോടെ കുടിക്കുമ്പോൾ ഇതിൻ്റെ നമ്മുടെ കയ്യിലാണെങ്കിൽ ഇപ്പോൾ ഒരു ആന്റി ബാക്ടീരിയൽ ചെറിയൊരു കണ്ടെയ്നർ സെറ്റാണ് വന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകം എന്ന് വെച്ചാൽ ഇതിനകത്ത് 3 സെറ്റ് ഉണ്ട് നമുക്ക് ഇതിനകത്ത് വന്നിടണം. ഇതിൻ്റെ ഒരു പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ തിളച്ചപടി എന്ത് സാധനം വെച്ചാലും നമുക്ക് ഉരുകി പോകില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത 110 ഡിഗ്രിയാണ് ഹീറ്റിംഗ് കപ്പാസിറ്റി. എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് തിളച്ചപടി എന്ത് സാധനം വെച്ചാലും ഉരുകി പോവുക അങ്ങനെയുള്ള പ്രോബ്ലംസ് കാര്യങ്ങളൊന്നും അല്ല. കാരണം ഡോക്ടർമാർ ഉപയോഗിക്കുന്ന സിറഞ്ച് ഓക്സിജൻ മാസ്കിനകത്തൊക്കെ വളരെ സെയിം മെറ്റീരിയലാണ്. അതുപോലെ മൈക്രോ ഓവൻ പോലുള്ള ഉപകരണങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കണ്ട. പിന്നെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കട്ട പിടിക്കാറില്ല മീൻ ബീഫൊക്കെ. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു 1/2 മണിക്കൂർ ആണല്ലേ. ഓക്കെ സോറി ടാ. ഇപ്പൊ നമുക്ക് അതുപോലെയുള്ള എന്ത് ഫുഡ് ഐറ്റംസ് ഇപ്പൊ കട്ട പിടിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കട്ട പിടിക്കുന്ന പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ദോശമാവത്തിനാണ് പുളിച്ചു പോകാറില്ലേ, അങ്ങനെയുള്ള പുളിക്കലും കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് ഉണ്ടാവില്ല. മഞ്ഞക്കറ എണ്ണക്കറയൊന്നും ഇതിനകത്ത് പിടിക്കില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ നമുക്ക് യാത്രകളൊക്കെ പോവുകയാണെങ്കിൽ വല്ല ഹോസ്പിറ്റൽ കേസ് അങ്ങനെ ഹോസ്പിറ്റൽ കേസും ദൈവം സഹായിച്ച് വരാണ്ടിരിക്കട്ടെ. അഥവാ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസൊക്കെ വരുവാണെങ്കിൽ നമുക്കപ്പം തന്നെ ഫുഡൊക്കെ കൊണ്ടുപോകാൻ സഹായിക്കും. പിന്നെ ഹോസ്പിറ്റലാണെങ്കിൽ അലൗഡ് ആയിട്ടുള്ള സെറ്റാണ്. ഈ ഒരു PP നടത്തുകയാണെങ്കിൽ അലൗഡ് ആയിട്ടുള്ള സെറ്റാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊന്നുമല്ല, ഇതിന്റെ റേറ്റ് ആട്ടാ. ഈ സെയിം പ്രൊഡക്റ്റ് കടകളിൽ പോയി എടുക്കുമ്പോൾ അത്യാവശ്യം 900 അടുത്ത് റേറ്റ് വരുന്നുണ്ട്. മാളുകൾ ഇതിനാണെങ്കിൽ നമുക്കിപ്പോൾ 700 ഓഫർ. പക്ഷെ ബൈ 1 get 1 ഉള്ളതുകൊണ്ട് സാറിന് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇപ്പൊ 700 രൂപക്കാണെങ്കിൽ സാറിന് ഒരെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഉണ്ട്. ഇപ്പൊ 50% ഓഫർ. ഇപ്പൊ ഇതെടുക്കുമ്പോൾ ഈ ഒരു കളറാണ് തികച്ച് സൗജന്യമായിട്ട് വന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് തികച്ച് ഫ്രീ ആയിട്ട് വന്ന പ്രൊഡക്റ്റ് ആണ്. ഇപ്പൊ സാറിനാണെങ്കിൽ വെറും 700 രൂപക്കാണെങ്കിൽ ഈ സെറ്റും കിട്ടും, ഈ സെറ്റും കിട്ടും. 2 സെറ്റിന് 700 വെറും 700. 3 സെറ്റ്. ഇതിനകത്ത് 3 പീസ് ഉണ്ടാവും. ടോട്ടൽ 6 പീസാണ് വെറും 700 രൂപ കിട്ടുന്നത്. പാലൂപ്പിക്ക് തന്നെ അത്യാവശ്യം 1/2 ലിറ്ററിന് 160 200 അടുത്ത റേറ്റ് ഉണ്ട്. 1/2 ലിറ്റർ വെച്ച് നോക്കുമ്പോൾ ഇത് കണ്ടെയ്നർ ആയതുകൊണ്ട് ലിറ്ററിന് 120 സെറ്റാണ്. ഇത് ടോട്ടൽ 7 ലിറ്റർ ഉണ്ട്. 7×120 940 റേറ്റ് വന്നത്. പക്ഷെ നമ്മൾ പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് റേറ്റ് ഒന്നും കൊടുക്കണ്ട. വെറും 700 രൂപ ഉള്ളൂ. ഒരെണ്ണം എടുക്കുമ്പോൾ പറഞ്ഞാൽ ഫ്രീ ആണ്. എന്ന് വെച്ചാൽ മൊത്തം 7 സെറ്റ്. 7 സെറ്റ് അല്ല 6 സെറ്റ് നമുക്ക് കിട്ടും. എൻ്റെ ഒരു സുജിത്ത്. ഞാൻ തൃപ്പോണത്തിലാണ് വീട്. നമ്മുടെ പുതിയമേരു ഭാഗത്താണ് വീട്. എത്ര നാളായി തുടങ്ങിയിട്ട്? ഇതിപ്പോ നമ്മൾ തുടങ്ങിയിട്ട് 6 മാസമായി. ഏത് കമ്പനിയുടെ പ്രൊഡക്റ്റാ? നമ്മൾ സേവന. അതായത്
എന്ന് വെച്ചാൽ നമ്മുടെ കറി പൗഡേഴ്സ് ഒക്കെ ഇല്ലേ, ഓക്കെ ഓക്കെ അങ്ങനത്തെ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ എനിക്ക് ഓൾറെഡി തിങ്കളാഴ്ച പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ലാസ്റ്റ് വരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓക്കെ. സ്വിച്ചിന്റെ നമ്പർ പറഞ്ഞു. എൻ്റെ നമ്പർ 6238439749. സ്വിച്ച് പരിചയപ്പെടുത്തിയ നല്ല പ്രൊഡക്റ്റ് ആണെന്ന് തോന്നുന്നത് അല്ലേ? നല്ല പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇതിന്റെ സ്വിച്ചിന്റെ കോൺടാക്ട് നമ്പർ തരാം. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും വേണമെങ്കിൽ സ്വിച്ചിനെ കോൺടാക്ട് ചെയ്താൽ മതി അല്ലേ? ഓക്കെ ഓക്കെ. നല്ല എരിവുണ്ട്. അവിടെ കുരുമുളക് പൊടിയൊക്കെ ഇട്ടുകൊണ്ട് നല്ല എരിവുണ്ട്. നല്ല നല്ല സൂപ്പറുണ്ട്. ഇതിലാണ് നല്ല കിടിലൻ ടേസ്റ്റാണ്. നമുക്ക് രസം വേണമെങ്കിൽ ഇത് മാത്രമായിട്ട് കുടിക്കാം കേട്ടോ. നല്ല കിടിലൻ ടേസ്റ്റാണോ. അപ്പോൾ മുതിരയുടെ രസം കിടിലൻ ടേസ്റ്റ് ആയിട്ടുണ്ട്. നല്ല ചെവിന്നും മൂക്കിന്നും ഒക്കെ കിളി പറക്കണ പോലെ ആയിരുന്നു സംഭവം. എന്ന് വെച്ചാൽ അത്രയും നല്ല എരിവും ഉണ്ടായിരുന്നു. നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷായിരുന്നു നമ്മൾ ഇന്നുണ്ടാക്കിയത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് ബെൽ ബട്ടൺ കൂടി നിൽക്കി കഴിഞ്ഞാൽ അടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്ന വീഡിയോ കിടിലൻ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ എത്രയും പെട്ടെന്ന് എത്തും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആണ് വെച്ചിട്ട് ബൈ ബൈ.